നമ്മുടെ നാട്ടിൽ അടിക്കടി തീപിടുത്തങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? അപ്പോൾ അതിനെ നേരിടാൻ കൊച്ചിയിൽ ഒരു ഗംഭീര ഐറ്റം എത്തിയിട്ടുണ്ട്. ഗാന്ധിനഗർ അഗ്നിരക്ഷാ നിലയമാണിത്. നമുക്ക് അവിടെ എത്തിയ കക്ഷിയൊന്ന് പരിചയപ്പെടാം. ഈ റോബോട്ടിക് അഗ്നിശമന ഉപകരണമാണ് താരം. തീയണയ്ക്കാൻ ഫയർഫോഴ്സ് അംഗങ്ങൾക്കൊപ്പം പോരാടാൻ ഇനി റോബോട്ടും കാണും. ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട് കേട്ടോ. നമുക്ക് അതൊന്ന് അറിയാം. ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരു പുതിയ എക്യുപ്മെൻ്റാണ്. ഏകദേശം വലിയ ഫയറുകൾ, പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത പുക ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ എക്യുപ്മെൻറ്റിന് അനായാസം കടന്നു ചെന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും. മോണിറ്ററിങ് സംവിധാനം ഇതിനുണ്ട്. ഇത് റിമോട്ട് കൺട്രോളിലാണ് ഇത് നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് ക്യാമറ ഉള്ളതുകൊണ്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ ഉള്ളിലുള്ള വിഷൻ നമുക്ക് പുറത്ത് നിന്ന് തന്നെ കിട്ടുന്നുള്ള സൗകര്യങ്ങൾ ഉണ്ട്. നമ്മളകത്ത് കയറാതെ തന്നെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നു. 1.5 കോടി രൂപയാണ് ഇതിൻ്റെ വില. 600 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് റോബോ ഫയറിന് താങ്ങാനാകും. തീപിടുത്തത്തിന്റെ വ്യാപ്തി അറിയാം. അഗ്നിബാധയുണ്ടാകുന്ന മുറിക്കുള്ളിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് വേഗത്തിൽ കണ്ടെത്താം. ദൃശ്യങ്ങൾ വീക്ഷിച്ച് തുടർ നടപടികളും എടുക്കാം. പിന്നെ ഇതിൻ്റെ നമ്മൾ സാധാരണ വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്ന സീറോ ടോർക്ക് ബ്രാഞ്ച് വൈപ്പ് ഇതിൻ്റെ ഭാഗത്ത് ഘടിപ്പിച്ച് നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഹോസ് ഇതേ തന്നെ കണക്ട് ചെയ്ത് നമ്മളത് മെഷീൻ തന്നെ മാൻ ചെയ്യുന്ന വർക്ക് ആ എക്യുപ്മെൻ്റ് തന്നെ ചെയ്യുന്നതാണ്. വെള്ളം നമ്മൾ നമ്മുടെ വാഹനത്തിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഇതിൻ്റെ ചെറിയ വാഹനമാണ്. മറ്റുള്ള നമ്മൾ സാധാരണ ഫയർ ഫൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്ന് തന്നെ ഇതിനകത്ത് ഘടിപ്പിച്ചിട്ട് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യേണ്ടി വരും. പുക നിറഞ്ഞ അന്തരീക്ഷത്തിൽ മെയിനായിട്ട് വർക്ക് ചെയ്യാൻ നമ്മളിപ്പോൾ ബിൽഡിംഗ് ഫയറിലേക്ക് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറൊക്കെ പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ വണ്ടിയിൽ നിന്നുള്ള ഹോസ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ആവശ്യാനുസരണം നമുക്ക് എക്സ്ട്രാ കണക്ട് ചെയ്ത് നമുക്കിത് മുന്നോട്ട് പോകാം. ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കി അതിൻ്റെ റൂട്ട് കറക്റ്റ് അറിയാൻ പറ്റും. ഓപ്പറേഷൻ വളരെ ഈസിയാണ്. നമുക്ക് ഇതിനകത്ത് തന്നെ 2 നോബുണ്ട്. റോബോട്ടിൻ്റെ മൂവ്മെൻറ്റ്സിന് വേണ്ടി ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ സിംഗിൾ നോബ് തന്നെയാണ്. പിന്നെ അതിൻ്റെ വാട്ടർ ജെറ്റ് സ്പ്രേ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് നോബുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ അതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആവശ്യത്തിനനുസരിച്ച് പിക്ചർ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അതിനുള്ള എല്ലാ ഓപ്ഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിഗ്രി കറങ്ങി വെള്ളം ചീറ്റിച്ച് തീയണയ്ക്കാൻ ഈ കുഞ്ഞൻ ഉപകരണത്തിന് സാധിക്കും. സേനയ്ക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ഇതൊരു നേട്ടമാണ്. പുക നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ ഇവനൊരു മാസ്റ്ററാണ്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. രാഗൻ നമുക്കൊപ്പമുണ്ട്. രാഗിനെ, കൊച്ചി പോലൊരു മെട്രോ നഗരത്തിലെ ഏറ്റവും വേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ റോബോ ഫയർ. കാരണം ഫ്ലാറ്റുകൾ, അങ്ങനെ വലിയ വൻകിട സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എത്ര ഏരിയയിൽ ഇത് കൂടുതലായിട്ട് ഇനി കൂടുതൽ എണ്ണം വരാൻ സാധ്യതയുണ്ടോ, അതോ കൊച്ചി കേന്ദ്രീകരിച്ചാകുമോ ഇതിൻ്റെ ഒരു സേവനം ലഭ്യമാവുക? അതിനുവേണ്ടി ഒരു പ്രത്യേക ടീമൊക്കെ ഉണ്ടോ? ദീഷ്, ഫയർഫോഴ്സ് കൂടുതൽ ഹൈടെക് ആവുകയാണ്. നമ്മൾ ഈ തീപിടുത്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ടിങ്ങിന് പോകാറുണ്ട്. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ തീപിടുത്തം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ഈ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സിന് പ്രധാനമായും എത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിലെങ്കിലും അത് സാധിക്കുന്നില്ല. കാരണം ചിലപ്പോൾ ഇടുങ്ങിയ റോഡായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും 2ാം നിലയിലൊക്കെയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടുക, അവിടെ എത്തി കാര്യങ്ങൾ ചെയ്യുക എന്നതൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട് ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക്. അപ്പോഴാണ് ഈ ഒരു സംവിധാനം ഇവിടേക്ക് വരുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇത് ഒരു യുദ്ധ ടാങ്കിൻ്റെ രീതിയിലുള്ള ഒരു മാതൃകയാണ്. അതായത് റബ്ബർ രീതിയിലുള്ള ചക്രം, ആ ചക്രം ഉപയോഗിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം. അത് പുറത്തുനിന്ന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും ചെയ്യും. അതായത് നിലവിലുള്ള ഈ ഫയർ ഫോഴ്സ് അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഫയർ എഞ്ചിനുകൾ, ഇതിനു പുറമെ ഇത്തരം ഒരു സംവിധാനം കൂടി വരുന്നത് അത് ഈ സേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നതാണ് പറയാനുള്ളത്. മാത്രമല്ല തീയുടെ തൊട്ടടുത്ത് വരെ പോകാം. വലിയ തോതിലുള്ള ഈ ചൂട് തടയാനുള്ള സംവിധാനങ്ങളുണ്ട്. ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്നു. ആ ചിത്രങ്ങൾ പുറത്തു നിന്ന് കാണാൻ സാധിക്കും.
ആരെങ്കിലും കുടുങ്ങിക്കിടക്കണമെന്നോ എന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സേനയ്ക്ക് കൂടുതൽ മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നിലയാണ് ഉണ്ടാകുന്നത്. അത് പൊതുജനങ്ങൾക്കും കാരണം ഉപകാരപ്രദമാണ്. ഈ ആദ്യഘട്ടത്തിൽ ഈ തീപിടുത്തം ഉണ്ടാകുമ്പോഴാണ് ഇത് കൂടുതൽ കൈവിട്ടു പോകുന്ന നില. അപ്പോൾ എത്രയും വേഗം എത്തി ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏവർക്കും ഒരു ആശ്വാസമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ട്രെയിനിങ്, അതിൻ്റെ ട്രെയിനിങ് ആണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ട്രെയിനിങ് കൊടുക്കുകയാണ് ഈ അഗ്നിരക്ഷാ വിഭാഗം. അങ്ങനെ എല്ലാവർക്കും ട്രെയിനിങ് നൽകിയത് ഏറ്റവും കൂടുതൽ എക്യുപ്ഡായി ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നൽകുന്നു. അതിനുശേഷം ഇത് നിരത്തിലേക്ക് ഇറങ്ങും, ഓരോ സ്ഥലത്തേക്കും എത്തും. അത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം ഈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും വലിയൊരു ഉദ്യമമാണ് അല്ലെങ്കിൽ വലിയൊരു ദൗത്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് റോബോട്ട് എന്ന രീതിയിൽ തന്നെ ഈ ഒരു എക്യുപ്മെന്റ് വരികയാണ്.